എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൈലന്റ് 2 എന്ന അനിമയുടെ എപ്പിസോഡ് 56 ഒക്കെ പോയി. എപ്പിസോഡിന്റെ ആദ്യം തന്നെ രണ്ടുപേരും കണ്ട് അതിശയിച്ച് നിൽക്കുന്നതാണ്. എന്നാൽ അവള് കഴിഞ്ഞില്ലേ പോട്ടെ എന്നൊക്കെ ചോദിച്ച് പോകാൻ നിൽക്കുമ്പോൾ യുഹാവ് വന്നിട്ട് ആ മാസ്ക് അത് കിട്ടിയത് പറയുമ്പോൾ വേണ്ട നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. യുഹാവനോട് അവളെ എനിക്ക് സ്ട്രേഞ്ച് ഫീൽ ആയിട്ട് തോന്നി. എന്നാൽ എൻ്റെ സോൾ പവർ ആട്രിബ്യൂട്ട്സോ എല്ലാം ഡിഫറൻ്റ് ആണ്. അവളാണ് അങ്ങോട്ട് ഷോയി വന്നിട്ട് അതെ എനിക്കറിയുന്നത് വെച്ച് അവൾക്ക് ഒരു മാർഷൽ സോളേ ഉള്ളൂ, എന്നാൽ അത് റെയർ ഡ്രാഗൺ ആണ്. വാങ്ടോങ് അതിന് ബെയ്ബെയിൻ്റെ മാർഷൽ സോൾ ഉണ്ടല്ലോ, ഗോൾഡൻ സെയിൻറ്റ് ഡ്രാഗൺ അതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അത് ലൈറ്റനിങ് ടൈറന്റ് ഡ്രാഗണിലെ മ്യൂട്ടേറ്റഡ് ആയിരുന്നു. അതിന്റെ പവർ നോക്കുകയാണെങ്കിൽ ഡ്രാഗൺ ക്ലാനിലെ തന്നെ ഒരു ബ്രാഞ്ചായിട്ട് കൂട്ടാം. മൂയന്റെ ലൈറ്റ് ഹോളി ഡ്രാഗൺ പ്യുവർ ബ്ലഡ് ലൈനിൽ ഉള്ളതാണ്, എന്നാൽ അവളുടേത് പ്യൂറസ്റ്റ് ഏൻഷ്യന്റ് ഡ്രാഗൺ ടൈപ്പ് ആണ്. അങ്ങനെയുള്ള രണ്ട് ആൻസെസ്ട്രൽ ട്വിൻ ഡ്രാഗൺസോ യുവാവ് ചോദിക്കുമ്പോൾ അതിലെ ഒരെണ്ണം ബോണായത് തന്നെ ഡ്രാഗൺ ഗോഡ് ആയിട്ടാണ്. ഈ ഡ്രാഗൺ ഗോഡ് എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് ആണ്. ഈവൻ ഗോഡറിലും അവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അത്ര പവർ അതിന് കാണും. അതിലെ മാർഷൽ സോൾ ഉള്ളവർക്കല്ല ഡ്രാഗൺ ഗോഡിന്. ഇപ്പൊ മിക്കവാറുള്ളവരുടേത് മാർഷൽ സോൾ അങ്ങനത്തെയാണ്. എലമെന്റ് ലോ ആയ സിൽവർ ഡ്രാഗണിലെ ബ്രാഞ്ചിൽ നിന്നാണ് അങ്ങനെ വരുന്നത്. ഞാൻ അവളെ മീറ്റ് ചെയ്തപ്പോൾ അവളുടേത് ലിൻറ്റേജ് ഓഫ് ഗോൾഡൻ ഡ്രാഗൺ ആണ്. അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവളുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മിസ്റ്ററിയാണ്. വാങ്ടോങ് എന്തോ സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയത് അപ്പിയറൻസ് ആകാം, എങ്കിലും വേറെ എന്തോ കൂടിയുണ്ട്. അതിന് മെയിൻ റീസൺ പോകെ കാണാം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഷോയി അതിന് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് സോൾ റിംഗ് കണ്ടു ചെയ്യാൻ ഇന്നർ സ്റ്റുഡൻസിന് വിടുന്നുണ്ട്. അവളും അതിൽ കാണും. യുഹാവയ്ക്ക് ഇനിയും സോൾ റിംഗ് വേണം അല്ലടാ. പിന്നെ 3 ഡേയ്സ് കഴിഞ്ഞാണ് കാണിക്കുന്നത്. അവിടെ യുഹാവ വാങ്ടോങ് വന്ന് ആൾറെഡി വാങ്കുന്നവരുണ്ടായിരുന്നു. അവൾ മാസ്ക് വെച്ചത് ചോദിക്കുമ്പോൾ മറ്റവളെ പോലെ ഇനി അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എല്ലാവരോട് പറയേണ്ടി വരും. അങ്ങോട്ട് യാങ് വരുന്നുണ്ട്. അവനെ കണ്ട് അവർക്ക് ഹാപ്പി, കാരണം അന്ന് പരിക്കേറ്റാണല്ലോ പോയത്. ആ ഈവിൾ സോൾ മാസ്റ്റേഴ്സിന്റെ അറ്റാക്കില് സോൾ ഗൈഡിങ് കൊണ്ടാണ് നടക്കുന്നത്. കാല് പോയതാണല്ലോ, പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ആയി. യുഹാവയ്ക്ക് ഇപ്പോഴാണ് ആശ്വാസമായത്. കായ് അവരോട് ഇന്ന് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഷിൻലു ഫോറസ്റ്റിലെ കോർ ഏരിയയിലാണ്. നിങ്ങൾ പരസ്പരം പരിചയപ്പെടാനായിട്ട് പറയുമ്പോൾ യാങ്ങോ 70 വരെ അവനൊരു സോൾഡർ വേണം. പിന്നെ വാങ്ടോങ്ങിന് സോൾഡർക്ക് ആവശ്യമില്ല, യുഹാവന്റെ മാർഷൽ സോൾ ഫ്യൂഷൻ ആയിട്ടാണ് വരുന്നത്. യുഹാവയ്ക്ക് സോൾഡറിങ് വേണം. അങ്ങനെ അവരുടെ ഇത് പറയുന്നു. വാങ്ടോങ്ങിനോട് ചോദിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കളഞ്ഞു. അത് കഴിഞ്ഞ് അവർ ആ കാട്ടിലേക്ക് പോകുന്നു. ഹെൽപ്പ് ചെയ്യാൻ നോക്കി ചമ്മി പോയി. ഒരു പിടിയും തരുന്നില്ല. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ അവൾ വന്നില്ലേ കൊണ്ടുകൊടുത്തു. നല്ല മണം വാങ്ങി. അവൾ കൾട്ടിവേഷൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ളൊരു ഉറക്കമാണ്. പെട്ടെന്നാണ് ഒരു സൗണ്ട് എന്തോ വരുന്നുണ്ട്. യുഹാവ സ്പിരിച്വൽ ഡിറ്റക്ഷൻ ഉപയോഗിച്ച് നോക്കി. അതൊരു ഏപ്പാണ്, പോയിസൺ. ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. കായ് വന്നിട്ട് അത് മോയങ്ങിന് സ്യൂട്ടബിൾ ആണ്. യുഹാവനോട് കൺട്രോൾ ചെയ്യാനായിട്ട് വാങ്ടോങ്ങുകാരനോട് ഹെൽപ്പ് ചെയ്യാനും പറഞ്ഞു. അവരും പോയി. അവനെ വിടാത്ത ചോദിക്കുമ്പോൾ അത് എനിക്ക് അവരുടെ ടീം വർക്ക് കാണണം. അവരുടെ ഫൈറ്റ് തുടങ്ങി. യുഹാവ വാങ്ടോങ് അവരുടെ ഓരോ സോൾ സ്കിൽ യൂസ് ചെയ്ത് അറ്റാക്ക്. എന്നാൽ ഇതെല്ലാം മാറി നിന്ന് കാണുകയാണ് വാങ്കുമാർ. അവൾ ജോയിൻ ചെയ്തില്ല. അവൾക്ക് ടീം വർക്ക് ഒന്നും അറിയില്ലാത്ത പോലെ. ആദ്യം ബ്ലാസ്റ്റ് ഒക്കെ വെച്ച് അറ്റാക്ക് അത് അടിച്ചിട്ട്, എന്നാൽ പെട്ടെന്ന് അവിടെ മുഴുവൻ പോയിസൺ ആകുകയും അത് കോൺഷ്യസിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കി മാറി. ഡൊമൈൻ യൂസ് ചെയ്ത് വാങ്ടോങ് ലൈറ്റ് അതെല്ലാം യൂസ് ചെയ്ത്, എന്നാൽ അതിനൊന്നും പറ്റാതെ ചാടി വാങ്ടോങ്ങിന്റെ അടുത്ത് എത്തി. എന്ന യുഹാവ് സോൾ സ്കില്ല് ആ ഡയറക്ഷൻ മാറ്റുന്നത് അത് വെച്ച് മാറ്റി. ഇത് അവൾക്ക് ഡേഞ്ചറാണ് എന്നത് മനസ്സിലായി. പോകാൻ നിൽക്കുമ്പോൾ വാങ്കുമാർ കളത്ത് ഇറങ്ങി നേരെ വന്ന് ഒറ്റയടി. അവൾക്ക് സിമ്പിളായിട്ട് അടിക്കുന്നത് കൊണ്ട് ഷോക്ക്. അതൊരു പവർ. അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അവർ മാറിപ്പോയി. എന്നാൽ വാങ്കുമാർ പോയില്ല. അടുത്തടിയിൽ അത് നിലം പറ്റി. യുഹാവ വാങ്ടോങ് കൈ കൊടുത്ത് അവൻ വാങ്കുമാറിന് കൊടുക്കാൻ പോയപ്പോൾ ചമ്മി. കായ് വന്നിട്ട് അവനോട് അബ്സോർബ് ചെയ്യാൻ പറയുന്നു. അവൻ ചെയ്യുമ്പോൾ യുഹാവനോട് നിന്റെ അടുത്ത് ടീം വർക്ക് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നില്ലേ പറഞ്ഞു. നീ അവിടെ എന്താ കാണിച്ചത്? ഇതാണ് ഒരു ടീം ലീഡറിന് എന്നൊക്കെ പറഞ്ഞ് വഴക്ക്. അവന് സോറി പറയുന്നു. അല്ല വാങ്ടോങ് അതിന് അവന് മാത്രം കുറ്റം പറയാതെ അവൾ മാറി നിന്ന് ഹെൽപ്പ് ചെയ്തില്ല. അവളുടെ എബിലിറ്റി എന്താണെന്ന് പോലും അറിയില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്? നമ്മൾ തന്നെ നോക്കി. അതിന് അവളോട് എല്ലാം മനസ്സിലാക്കി മാത്രമേ ടീമായിട്ട് പോകാൻ കഴിയുന്നുണ്ടോ അവളെ എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നത്. വാങ്കുകാരനെ വെറുതെട്ടില്ല. വാങ്കുകാരനോട് നീ എന്തിനാണ് ഫസ്റ്റ് ഹാഫ് അവർ ഫൈറ്റ് ചെയ്തപ്പോൾ മാറിയുന്നത്, ടീം വർക്ക് ആകാതെ ഇരുന്നത് എന്നതിന് കാരണം പറയുമ്പോൾ അവർ ചെയ്യാമെന്നല്ലേ പറഞ്ഞത്, ഞാൻ എന്തിനാണ് ഇടപെടുന്നത് എന്ന് കരുതി. അവർക്ക് കഴിയാത്തത് കൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്തു. ഇനി അങ്ങനെ ആകും. അവളെയും വഴക്ക് പറയുന്നത്. ഞാൻ ടീമായിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അവളെ എതിർത്ത് എന്ന് പറയുമ്പോൾ ശരി നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് വയ്ക്കുമോ, നീ നല്ലൊരു സോൾ മാസ്റ്റർ ആകും, എന്നാൽ സ്ട്രക്കിൽ ചെയ്താകണമെന്നില്ല. അങ്ങനെ ആകണമെങ്കിൽ നല്ലൊരു ടീം വർക്ക് വേണം. നിനക്കതിന് കഴിഞ്ഞില്ല. ഇങ്ങനെ എനിക്ക് ഇന്നർ സ്റ്റുഡൻസിലേക്ക് നിനക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മുഖത്തടിച്ച് പറഞ്ഞു കളഞ്ഞ്. അവൾക്ക് അതായിട്ട് എന്തോ വലിയിട്ട് സോറി പറഞ്ഞു. അടുത്ത തവണ അവൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും യാങ്ങുവിന്റെ സോൾ റിംഗ് അത് കംപ്ലീറ്റ് ആയി. അവനോട് നന്ദി പറയുമ്പോൾ നമ്മളൊരു ടീമല്ലേ, സ്യൂട്ടബിളായ സോൾ റിംഗ് ഒപ്പിച്ചു കൊടുക്കണം. അത് അവൾ കേട്ടു. അത് കഴിഞ്ഞ് ട്രാവൽ വൈകുന്നേരമായി സ്റ്റാർ ഫോറസ്റ്റിന്റെ മിക്സർ സോണിൽ അവിടെയാണ് അവരെത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ഡേഞ്ചറായ സോൾ ബിസ്റ്റ് കൂടുതൽ കാണാം. ആയതിനാൽ അവർ ക്യാമ്പ് ചെയ്യാനാണ് പറയുന്നത്. അതും ചെയ്തു. ആദ്യം കായ നോക്കും. പിന്നെ യുഹാവ വാങ്കുമാറും. അപ്പൊ ഞാനും ഒന്ന് വാങ്ങിട്ടോ ചോദിക്കുമ്പോൾ മറ്റു രണ്ടുപേരും റെസ്റ്റ് എടുത്ത് നാളെ നോക്കാനായിട്ടും പറഞ്ഞു.
യുഹാവനോട് വാങ്ങിക്കാരന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറയുമ്പോൾ അവളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇത് ഉപകാരമായില്ലേ, കുഴപ്പമില്ല. അങ്ങനെ രാത്രി അവരുടെ ടൈം എത്തി. അവൻ എഴുന്നേറ്റ് വരുന്നു. അവിടെ ഇരിക്കുന്നു രാത്രി മനോഹര. ഡിറ്റക്ഷൻ ഉപയോഗിച്ച് അടുത്ത് സോൾ ബീസ്റ്റ്, ഡേഞ്ചറസ് സോൾ ബീസ്റ്റ് ഇല്ലെന്നൊക്കെ ഉറപ്പുവരുത്തി അവനോട് അവന്റെ സോൾ സ്കിൽ ഉപകാരമാണ് എന്ന് പറയുകയാണ്. അവൾക്ക് ഫുഡ് കൊടുത്തപ്പോൾ നന്ദി പറയുമ്പോൾ, നമ്മൾ ടീമല്ലേ, ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ടീമിൽ ചേർന്നു, എന്നെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആകുകയല്ലേ ചെയ്യണ്ടേ. അവന് സത്യം അങ്ങ് പറഞ്ഞു. വാങ്ടോങ്ങിനെ പോലെ സിമിലർ ആയിട്ടാണ് അവളുടെ അപ്പിയറൻസ്. എന്നാൽ അവൾക്ക് അങ്ങനെ സിവിലിയൻസ് ഒന്നുമില്ല. അതാണ് അവർക്ക് ഈ സസ്പീഷ്യസ് ആയിട്ട് തോന്നിയത്. സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി, അവൾക്കൊന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അതെടുത്ത് കളഞ്ഞു. അതുകൊണ്ട് അവന് ദേഷ്യം വന്നു. നിനക്കെന്താ ഫൈറ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവനതിന് നീ യഥാർത്ഥ വിശപ്പ് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങി. അവൾ കേൾക്കാനും. അവൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവൻ ഒരു നേരത്തെ ഫുഡിനായിട്ട് തന്നെ രാപ്പകലില്ലാതെ ജോലി ചെയ്തത്. അതിൽ അവൻ്റെ അമ്മ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് എന്നത് അവന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ എല്ലാ ദിവസവും ഫുഡ് കൊണ്ട് കൊടുത്തിരുന്നു. എന്നാൽ അവൻ്റെ അമ്മ കഴിയുന്നുണ്ടോ ഇല്ലേ എന്ന് അവന് കൊച്ചു പ്രായമായതുകൊണ്ട് തന്നെ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. എന്നാൽ ഒരു ദിവസം അതെല്ലാം മാറി. അവൻ്റെ അമ്മയ്ക്ക് രോഗം പിടിച്ചു. അതിൻ്റെ കൂടെ പൈസ കൊടുത്ത് ഉപദ്രവിക്കാൻ എക്സ്ട്രാ ജോലി കൊടുക്കാനും തുടങ്ങി. എല്ലാം കൂടി ആയപ്പോൾ കഴിയാതെ ഫുഡും കിട്ടിയില്ല. എന്നാൽ അവിടെയുള്ള ഒരാൾ ഹെൽപ്പ് ചെയ്തു. അത് അവന് വേണ്ടി കൊടുത്തു. എന്നാൽ അവസാനം അങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. ഇതെല്ലാം താങ്ങാനാവാതെ അവൻ പറയുന്നുണ്ട്, അമ്മ നിങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു. അത് കേട്ട് അവൾക്ക് ഫീലായിട്ട് അത് വാങ്ങിച്ച് കഴിച്ച് ഒരു ഇമോഷണൽ മൊമെന്റ്. അപ്പോഴാണ് ഒരു സൗണ്ട് അലർട്ട് ആകാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് എന്തൊക്കെയാവുന്നു കാണാം. ഓക്കെ, ബൈ.